തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദാനിയേൽ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ രേഖ എഴുതിയിരിക്കുന്നത് ദാനിയേൽ അറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ ചെന്ന് അവൻ്റെ മാളികമുറിയുടെ കിളിവാതിൽ യെരുശലേമിന് നേരെ തുറന്നിരിക്കുന്നതും താൻ മുമ്പ് ചെയ്തു വന്ന പോലെ ദിവസം 3 പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു. നീ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ നെബൂഖദ്നേസറിൻ്റെ മുമ്പിൽ മുട്ടുമടക്കണ്ട, ദാരിയാവേശിൻ്റെ മുമ്പിൽ, മറ്റ് ഒരുത്തൻ്റെ മുമ്പിൽ മുട്ടുമടക്കണ്ട. നിൻ്റെ ഒരു ശത്രുവിൻ്റെ മുമ്പിൽ നിന്നെ മുട്ടുമടക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. പക്ഷേ നീ ദൈവം മുമ്പാകെ നീ മുട്ടുമടക്കിക്കണം. അവിടെ നീ ഞെളിഞ്ഞു നിൽക്കരുത്, നീ മുട്ടുമടക്കിക്കോണം. നോ വൺ കുഡ് പ്രേ ടു എനി വൺ ബട്ട് ഹിം, ബട്ട് ഗോഡ് വിൽ ഫൈറ്റ് യുവർ ബാറ്റിൽസ് ഫോർ യു. ഹി സെൻറ്റ് ആൻ ഏഞ്ചൽസ് ടു ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ലയൺസ്. ഡാനിയേൽ സെറ്റ്, ഐ ആം ലയൺ പ്രൂഫ്, ഐ ആം കമ്മിങ് ഔട്ട് സ്ട്രോങ്ങർ, ഇൻക്രീസ്, promoted. God is even in control of my enemies. നിന്റെ ശത്രുക്കൾ നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നിടത്ത് സിംഹം നിന്നെ സൂക്ഷിച്ചോളൂ. അതിൻ്റെ കൂടെ നിൻ്റെ കൂടെ ഏഞ്ചൽസ് എപ്പോഴുമുണ്ട്, നിൻ്റെ കൂടെ മാലാഖമാർ എപ്പോഴുമുണ്ട്. പ്രധാന ദൂതനായ മിഖായേൽ എപ്പോഴുമുണ്ട് നിൻ്റെ കൂടെ. ആ മിഖായേൽ ദൂതൻ നിന്നെ കരുതിക്കൊള്ളും, നിന്നെ ശരിയായി നടത്തിക്കൊള്ളും. നിനക്ക് നന്മ മാത്രമേ വരികയുള്ളൂ, ഒരു തിന്മയും നിനക്ക് വരികയില്ല. നിനക്ക് ഇന്ന് വരുന്നതൊക്കെ നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്, സമൂഹത്തിൻ്റെ നന്മയ്ക്കാണ്, മറ്റുള്ളവരുടെ നന്മയ്ക്കാണ്, ദേശത്തിൻ്റെ നന്മയ്ക്കാണ്, സഭയുടെ നന്മയ്ക്കാണ്. ഓരോ കാര്യങ്ങളിൽ ദാനിയേൽ പ്രവചനം പറഞ്ഞിരിക്കുന്നത് വളരെ അർത്ഥവത്തായി. ദാനിയേലിനെ പോലെ നിഷ്കളങ്കനും നീതിമാനും വിശുദ്ധനും സ്ട്രോങ് ഫെയ്ത്താണ്. യാതൊരു തരത്തിലും ആർക്കും ദാനിയേലിനെ പിടിച്ചു വിൽക്കാൻ സാധിക്കാത്ത, ശത്രു വന്ന് തകർക്കാൻ ശ്രമിച്ചപ്പോൾ പതിവ് പ്രാർത്ഥന മാറ്റാത്ത ദാനിയേലിനെ പോലെ നന്മ വരുമ്പോൾ, സന്തോഷം വരുമ്പോഴുള്ള നിൻ്റെ ആ ഉപവാസവും പ്രാർത്ഥനയും ഹല്ലേലൂയയും സ്തോത്രവും മാത്രമല്ല, നിൻ്റെ ഏതവസ്ഥയിലും നീ അത് പാലിച്ചെടുക്കുവാൻ സാധിക്കുന്നെങ്കിൽ ദൈവം നിന്നോടൊപ്പം കാണും. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ ആഴ്ചവട്ടത്തിൻ്റെ അവസാന ദിവസം ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കുമ്പോൾ ദാനിയേൽ പ്രവാചകന് എതിരായി ശത്രുക്കൾ ഉയർത്തിക്കൊണ്ടുവന്ന, തകർക്കാൻ ശ്രമിച്ച, അസൂയക്കാർ ശ്രമിച്ച, മറ്റ് നിൻ്റെ മകനെതിരായിട്ട് കംപ്ലൈൻറ്റ് ഉണ്ടാക്കി നിൻ്റെ മകനെ എതിർക്കാൻ ശ്രമിച്ച സകല ശത്രുക്കളുടെ മേലും പരിശുദ്ധാത്മാവ് സിംഹത്തിൻ്റെ കൂട്ടിൽ വിടുവിച്ച കർത്താവിൻ്റെ അത്ഭുത ശക്തി ഇന്ന് നിലനിൽക്കുന്നതുകൊണ്ട് ആ ദാനിയേൽ പ്രവാചകനെ പോലെയുള്ള വിശ്വാസസ്ഥിരതയും അതുപോലെയുള്ള വിശുദ്ധിയും അങ്ങിൽ മാത്രം ആശ്രയിക്കുവാനുള്ള ആശ്വാസവും കർത്താവെ ആശ്രയവും ഞങ്ങൾക്ക് നൽകി സഹായിക്കണം. ഈ വാദനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ്റ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ, പ്രതികൂലങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവർ, പ്രതിസന്ധികളിലായിരിക്കുന്നവർ, മനസ്സ് തകർന്നവർ, മറ്റ് ശത്രുക്കൾ കേസുണ്ടാക്കി നിന്നെ കുരുക്കി നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ ശക്തി, വലിയ ഇടപെടൽ നീ ദൈവവുമായി നിലനിൽക്കുമ്പോൾ, ദാനിയേലിനെ പോലെ നീ ഒരു വിശുദ്ധനാണെങ്കിൽ നിനക്ക് സന്തോഷത്തോടെ, ബലത്തോടെ, ശക്തിയോടെ നീ മുട്ടുമടക്കാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കാൻ, മറ്റൊരുത്തന്നെ മുന്നിൽ മുട്ടുമടക്കാൻ നിന്നെ ദൈവം സമ്മതിക്കുകയില്ല. അത്ഭുതകരമായി നീ ദൈവം മുൻപാകെ മുട്ടുമടക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.